ഇന്ന് ഏറ്റവും പ്രധാനമായി നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ദില്ലിയിലേക്ക് പോവുകയാണ്. വേറൊന്നുമല്ല, പ്രധാനമായും ഈ ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർധന അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് മന്ത്രി ഇന്നിപ്പോൾ ദില്ലിയിലേക്ക് പോകുന്നത്. നമുക്കറിയാം, നേരത്തെ ഇതേ വിഷയം കേന്ദ്രമന്ത്രി JP നദ്ദയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് സംസ്ഥാന സർക്കാർ. അതിൽ പിന്നീട് തുടർ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. നിലവിൽ പരിഗണനയിലില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് JP നദ്ദ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സംസ്ഥാനം അതിൽ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം, ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന SUCI-ക്കാരെ കണ്ടല്ല സർക്കാർ ഈ നീക്കം നടത്തുന്നത്. ഇത് നേരത്തെ തന്നെ കാലങ്ങളായി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അവരുടെ ഇൻസെന്റീവ് വർധന കേന്ദ്രം നടപ്പിൽ വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച. ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി വീണ ജോർജ് ദില്ലിയിലേക്ക്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും. ആശമാരുടെ ഇൻസെന്റീവ് കേന്ദ്രം വർദ്ധിപ്പിക്കണമെന്നും സന്നദ്ധ പ്രവർത്തകർ എന്ന നിർവചനം മാറ്റണമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഇക്കാര്യം വീണ്ടും സംസ്ഥാന ആരോഗ്യമന്ത്രി JP നദ്ദയോട് ആവശ്യപ്പെടും. വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. വിജിൻ, ഇപ്പോൾ സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും പ്രധാനമായും വിവിധ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ആശാ വർക്കർമാർ അടക്കമുള്ളവരുടെ കാര്യങ്ങൾ അതിൽ ചർച്ചയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് നൽകാനുള്ള കുടിശ്ശിക നൽകുന്നതിനെക്കുറിച്ച് ആവശ്യപ്പെടും. ഒപ്പം തന്നെ ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് കൂട്ടണം എന്ന സംസ്ഥാനത്തിൻ്റെ പതിവായിട്ടുള്ള നിലപാട് ഒരിക്കൽ കൂടി കേന്ദ്രത്തിന് മുന്നിൽ വയ്ക്കുകയും ചെയ്യും. ആ രീതിയിലാണോ ആ ചർച്ചയുടെ അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ ഒരു അജണ്ട കേരളം നിശ്ചയിച്ചിരിക്കുന്നത്? മനു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെയും പലതവണ ഇക്കാര്യം കത്തിലൂടെയും ഒപ്പം തന്നെ നേരിട്ടുമൊക്കെ മന്ത്രി വീണ ജോർജും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ ആശമാരുടെ ഇൻസെന്റീവ് വർധനവ് കേന്ദ്രം നടപ്പിലാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇൻസെന്റീവ് ഇനത്തിൽ കുടിശ്ശികയായി 100 കോടിയോളം രൂപ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകാനുണ്ട്. ഇത് തരണമെന്ന ആവശ്യവും നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതൊന്നും കേന്ദ്രം ഇതുവരെ അത്തരത്തിലുള്ളൊരു നിലപാടിനോട് അനുകൂല സമീപനം സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. എന്തായാലും ഇന്നലെ SUCI-യുടെ നേതൃത്വത്തിൽ ഉള്ള ആശാ വർക്കർമാർ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മന്ത്രി വീണ ജോർജ് രണ്ടാമതും ചർച്ച നടത്തിയിരുന്നു. അതിനു മുമ്പ് കേരള ഹെൽത്ത് മിഷന്റെ നേതൃത്വത്തിലും ചർച്ച നടന്നിരുന്നു. പക്ഷേ ഈ രണ്ട് ചർച്ചയിലും അനുകൂലമായ നിലപാടുകൾ, സംസ്ഥാന സർക്കാർ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ കേരള ഹെൽത്ത് മിഷൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും അംഗീകരിക്കാൻ നിലവിൽ ഈ SUCI-യുടെ നേതൃത്വത്തിലുള്ള ആശാ വർക്കർമാർ തയ്യാറായിട്ടില്ല. അതിനുശേഷം ചർച്ചയ്ക്ക് ശേഷം ഇന്നലെ നിയമസഭയിലാണ് ചർച്ച നടന്നത്. അതിനുശേഷം മന്ത്രി വീണ ജോർജ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. നേരത്തെ തന്നെ സംസ്ഥാനം ആവശ്യപ്പെട്ടത് ആശാ വർക്കർമാരുടെ ഈ പൊതുസേവകർ എന്നുള്ള അത്തരത്തിലുള്ള ഒരു നിർവചനം അത് മാറ്റണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതാണ്. തൊഴിൽ നിയമത്തിന് കീഴിൽ ഈ ആശാ വർക്കർമാരെ കൊണ്ടുവരണം എന്നുള്ള നിലപാടാണ് നേരത്തെ തന്നെ സംസ്ഥാനം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അത്തരത്തിൽ പൊതുസേവകർ എന്നുള്ള നിലയിൽ ആണ് കേന്ദ്രം ഈ ആശാ വർക്കർമാരെ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ കാര്യത്തിൽ ഉള്ള ഈ ഇവരുടെ ഓണററിയവും ഒപ്പം തന്നെ ഇൻസെന്റീവും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിൽക്കുന്നത്. പക്ഷേ സംസ്ഥാനം ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി ഇവർക്ക് അനുകൂലമായ നിലപാട് ഈ സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം സ്വീകരിക്കുകയാണ് ചെയ്തത്. 1000-ൽ നിന്ന് ഓണറേറിയം അത് 7000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഒപ്പം തന്നെ ഏകദേശം 90% ആശാ വർക്കർമാരും 13,500 രൂപയ്ക്ക് അടുത്ത് ഈ ഓണറേറിയവും ഒപ്പം തന്നെ ഇൻസെന്റീവുമായി മാസം വേതനം വാങ്ങുന്ന ആളുകളാണ്. അത് ഏറ്റവും കൂടുതൽ നൽകുന്നത് കേരളവുമാണ്. അങ്ങനെ ഇരിക്കെ ഇക്കാര്യത്തിൽ ഇനി എന്തെങ്കിലും തരത്തിൽ ഈ SUCI സമരവുമായി ബന്ധപ്പെട്ട് ആശാ വർക്കർമാർ നടത്തുന്ന നിരാഹാര സമരത്തിലേക്കൊക്കെ കടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു ആശമാർ പോലും ഇത്തരത്തിൽ ഒരു നിരാഹാര സമരത്തിലേക്കോ പോകരുത് എന്ന നിലപാടാണ് സർക്കാരിനുള്ളത് എന്ന് സുവ്യക്തമായി വ്യക്തമാക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം SUCI നേതൃത്വത്തിലുള്ള സമരം അവർ മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിരാഹാര സമരം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് അവർ അതിനെ മാറ്റുകയാണ്. പക്ഷേ നോക്കൂ, ആ സമരത്തിന്റെ ഭാഗമായി പിന്തുണ അർപ്പിച്ചെത്തുന്ന BJP നേതാക്കൾക്ക് ഈ ഒരു ചോദ്യവും നേരിടേണ്ടി വരുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിൽക്കുന്നില്ലേ? ഇത് ഒരു കേന്ദ്ര പദ്ധതിയാണ് എന്നറിയാത്തവരല്ലോ ഈ SUCI നേതൃത്വം നൽകുന്ന ആ സമരക്കാർ. എന്തുകൊണ്ടാണ് ഈ പിന്തുണ അർപ്പിച്ചെത്തുന്ന BJP-ക്കാരോട്, BJP നേതാക്കളോട് അവർ ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കാത്തത്? ഞങ്ങളെ തൊഴിലാളികളായി നിങ്ങളുടെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കാത്തത്? മറിച്ച് ആ ചോദ്യമെല്ലാം സംസ്ഥാന സർക്കാരിന് നേരെ തിരിച്ചു വയ്ക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് പൊതുവായിട്ടുള്ള ആശാ വർക്കർമാരുടെ സമൂഹത്തിന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? ഇതൊരു പ്രത്യേക അജണ്ടയ്ക്കപ്പുറത്തേക്ക് SUCI സമരത്തിന് മറ്റെന്തെങ്കിലും ഉദ്ദേശശുദ്ധി ഉണ്ടോ?
തീർച്ചയായും ഈ കേന്ദ്രത്തിന് മുന്നിൽ SUC നടത്തുന്ന സമരം ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത് എടുത്തു കാണേണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലതവണയായി പല MP-മാർ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു, ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നു, ഈ നിർവചനം തൊഴിൽ നിയമത്തിൻ്റെ ഭാഗമായി മാറ്റണം എന്നുള്ള കാര്യത്തിലൊക്കെ പലതവണയായി പാർലമെൻറ്റിൽ ഇക്കാര്യം ഉന്നയിച്ചതാണ്. ഇക്കാര്യങ്ങളിൽ ഒന്നും ഒരു അനുകൂല നിലപാടും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ JP നദ്ദ തെറ്റായ കണക്കുകൾ ഉൾപ്പെടെ ഈ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ആശാമാർക്ക് എതിരായ നിലപാട് തുടർച്ചയായി സ്വീകരിക്കപ്പെടുമ്പോഴും പക്ഷേ ഈ കേന്ദ്രമന്ത്രിമാർക്കെതിരെയും BJPക്കെതിരെയും വലിയ പ്രതിഷേധം നിലവിൽ SUC നടത്തുന്ന ഈ സമരത്തിലെ ആളുകൾ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നേരത്തെയൊക്കെ കണ്ടതാണ്. ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ ഒരു ദിവസം 3 തവണയൊക്കെ എത്തി അരി കൊടുക്കുന്നു, കുടയുമായി എത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടത്. ഇതൊരു മുതലെടുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുക മാത്രമാണ്. അല്ലാതെ ആശാ വർക്കർമാരോടുള്ള സ്നേഹമോ അവരുടെ ഇൻസെൻറ്റീവ് വർധനയോ അല്ലെങ്കിൽ ഓണറേറിയം വർധനയോ അവർ ഒരു ശമ്പള സ്കീമിൽ ഉൾപ്പെടണം എന്ന കാര്യമോ ഒന്നും അവരുടെ അജണ്ടയിൽ ഉള്ള വിഷയമേ അല്ല. അത്തരത്തിൽ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ ആശാവർക്കർമാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. വലിയ തരത്തിൽ വിമർശനം ഉയർന്നപ്പോഴാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നുപോയിട്ട് മാത്രം കാര്യമില്ല, ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഉത്തരവുണ്ടാകണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് സുരേഷ് ഗോപി ആ സമരപ്പന്തലിലേക്ക് എത്തുകയും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒത്തുകളി പോലെ ഇങ്ങനെ പല നാടകങ്ങളും നടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ ആണെന്നിരിക്കെ അക്കാര്യത്തിൽ ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഒപ്പം തന്നെ ഇന്നലെ JP നദ്ദയുടെ പ്രസ്താവന എന്ന് പറയുന്നത് നിലവിൽ നരേന്ദ്രമോദിയാണ് ഇത്തരത്തിൽ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് നിലവിൽ അങ്ങനെ ഒരു പരിഗണനയുടെ ആവശ്യമേ ഈ ആശാ വർക്കർമാർക്ക് ഇല്ല എന്നാണ് നിലവിൽ കേന്ദ്ര മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്, ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. അതിനർത്ഥം ഇവർ ആശാ വർക്കർമാർക്ക് ഒപ്പമല്ല എന്നുള്ളതാണ്. അതിൻ്റെ തൊട്ട് പിന്നാലെ വായിക്കേണ്ട കാര്യമാണ് ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. മന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നു. ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്താനായി അങ്ങോട്ട് ദില്ലിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം JP നദ്ദ പറഞ്ഞൊരു കാര്യമുണ്ട്. നിലവിൽ ഇത് വർദ്ധിപ്പിക്കണമെന്നൊക്കെ തന്നെയാണ് നമ്മുടെ ആഗ്രഹം, പക്ഷേ തൽക്കാലത്തേക്ക് അത് പരിഗണനയിലില്ല എന്ന തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു കേന്ദ്രമന്ത്രി മുന്നോട്ട് വച്ചത്. അതായത് ഈ സുരേഷ് ഗോപിയുടെയൊക്കെ നേതാക്കൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ, അദ്ദേഹം ഭാഗമായിരിക്കുന്ന കേന്ദ്ര സർക്കാർ തൽക്കാലത്തേക്ക് ഈ ആശമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി അവിടെ ചെന്ന് ചർച്ച നടത്തിയാൽ ആ തീരുമാനം മാറ്റാൻ കഴിയുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റുമോ എന്ന വലിയ ഗവേഷണമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും BJPയുടെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. INTUC ആ സമരത്തിന്റെ ഭാഗമല്ല, അതിന്റെ വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ അതുപോലും VD സതീശനോ K സുധാകരനോ രമേശ് ചെന്നിത്തലയോ കണക്കിലെടുക്കുന്നില്ല എന്ന പ്രശ്നവും നമ്മുടെ മുൻപിലുണ്ട്. തീർച്ചയായും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല നിലപാട് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകും വരെ സമ്മർദ്ദം തുടരുക എന്നുള്ള നിലപാട് തന്നെയാണ് നിലവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനായി ദില്ലിയിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇൻസെൻറ്റീവ് വർധനയാണ് ഏറ്റവും പ്രധാനമായി നടപ്പിലാക്കേണ്ടത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് സംസ്ഥാന സർക്കാരിന് നിലവിലുള്ളത്. സാമ്പത്തികമായി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാനുള്ള വിഹിതമൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഉള്ള തനത് വരുമാനത്തിൽ നിന്ന് ഒരു പങ്കാണ് നിലവിൽ ആശാ വർക്കർമാർക്ക് 7000 രൂപയായി സംസ്ഥാനം നൽകുന്നത്, ഓണറേറിയം ഇനത്തിൽ സംസ്ഥാനം നൽകുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാർ ഒരു ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമ്പോഴും എടുത്തു കാണേണ്ടത് അതിൽ 60% മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുക എന്നുള്ളതാണ്. ബാക്കി 40% നൽകേണ്ടത് സംസ്ഥാനമാണ്. കേന്ദ്ര സർക്കാർ ഈ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചാലും അതിൻ്റെ പൂർണ്ണ ബാധ്യത കേന്ദ്രത്തിന് ഉണ്ടാവില്ല, അത് സംസ്ഥാനങ്ങളാണ് 40% വഹിക്കേണ്ടത് എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുമുണ്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരു 60% മാത്രം വഹിക്കേണ്ട നിലയിൽ ഒരു ചെറിയ വർധനവെങ്കിലും ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ നിലവിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അക്കാര്യം ഇവിടെ പരോക്ഷമായി പ്രത്യക്ഷമായി പ്രകടിപ്പിക്കാൻ ഈ പ്രതിപക്ഷവും തയ്യാറാവുന്നില്ല, മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആരാണ് ഉത്തരവാദി എന്ന് നിരന്തരം ചോദിക്കുമ്പോഴും യഥാർത്ഥ ഉത്തരവാദി അത് കേന്ദ്രമാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തതയുണ്ട്. കാരണം അതിന്റെ കണക്കുകൾ ഉൾപ്പെടെ നിലനിൽക്കുന്നതാണ്. അത് പലതവണ നിയമസഭയിൽ ഉൾപ്പെടെ വസ്തുത ഇതൊക്കെയാണ്, നമുക്കിതൊക്കെ അറിയാവുന്നതാണ്. വിജിനും അറിയാം, എനിക്കും അറിയാം, നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം. പക്ഷേ വിജിൻ മറ്റു മാധ്യമങ്ങളെ എടുത്തു നോക്കിയാൽ ആശമാരുടെ സമരം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് SUCI സമരം എന്ന് പോലും പറയുന്നില്ല. ആശമാരുടെ സമരം എന്ന രീതിയിൽ അത് പൂർണ്ണ ആശാ സമൂഹത്തിൻ്റെതാക്കി മാറ്റുകയാണ് മറ്റു മാധ്യമങ്ങൾ. അവിടെ ഈ പറയുന്ന ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വം മാറ്റി തീർക്കുന്ന ഒരു മാധ്യമ രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
അപ്പോൾ ആ നടപടികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളെ കൂടി തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്വം സർക്കാരിലേക്കും വകുപ്പ് മന്ത്രിയിലേക്കും ഒക്കെ നിക്ഷിപ്തമാവുകയാണ് ഇവിടെ. ചെറുതല്ല ഈ പ്രശ്നം. മനു, ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഈ ചർച്ചയ്ക്ക് വിളിച്ചവരിൽ SUCI സംഘടന, നിലവിൽ സമരം നടത്തുന്ന സംഘടനയുടെ ആളുകൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. CITUവിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആശമാരുണ്ടായിരുന്നു, ഒപ്പം തന്നെ INTUCയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആശമാരുണ്ടായിരുന്നു. ഇവരെയൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അവർ സംസ്ഥാന സർക്കാരിന് വിശ്വാസത്തിലെടുത്താണ് ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് പോകാതിരിക്കുകയും ചെയ്തത്. കാരണം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എല്ലാ കാലത്തും അനുകൂല നിലപാടാണ്, ആശാവർക്കർമാർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് എന്ന കാര്യം ബോധ്യപ്പെടുത്താനും ഇനിയും അങ്ങോട്ട് അതുണ്ടാകും എന്ന കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഏകദേശം 25,000-ഓളം 25,500-ഓളം വരുന്ന ആശാവർക്കർമാരാണ് ഈ സമരത്തിന് ഇറങ്ങാത്ത ആശാവർക്കർമാരായുള്ളത്. നിലവിൽ 450-ഓളം വരുന്ന ആശാവർക്കർമാരാണ് സമരരംഗത്തുള്ളത് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തവുമാണ്. ഈ 25,500-ഓളം വരുന്ന ആശാവർക്കർമാരെ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് 450 പേർ മാത്രം സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ സമരത്തെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയേണ്ട കാര്യമില്ല. കാരണം ഒരാൾ സമരം ചെയ്താലും അത് സമരം തന്നെയാണ് എന്ന കാര്യം അംഗീകരിച്ചു കൊടുത്തേ മതിയാകൂ. പക്ഷേ അതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്തെന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത്. കേന്ദ്ര സർക്കാരിന് എതിരെ കൂടി ഒരു മുദ്രാവാക്യം ഉയർത്താൻ ഇവർ തയ്യാറാകുന്നില്ല. സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിനൊപ്പം കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി അനുകൂല നിലപാട് സ്വീകരിക്കേണ്ട ആളുകളാണ് എന്ന് വ്യക്തമായിട്ടും അവർക്കെതിരെ കൂടി ഒരു ശബ്ദമുയർത്താൻ സമിതി ഇക്കാര്യത്തിൽ SUCI നേതൃത്വത്തിലുള്ള ആശാവർക്കർമാർ തയ്യാറാകുന്നില്ല എന്ന വിമർശനമാണ് ഉയർന്നത്. ആ വിമർശനം തുടർച്ചയായി ഉയർന്നപ്പോഴാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനെയൊരു വാക്കുകൾ പറയാനെങ്കിലും അവർ തയ്യാറായത് എന്നുള്ളതാണ്. ഇന്നലത്തെ ചർച്ചയിലും സംസ്ഥാന സർക്കാർ അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരുമായി വീണ്ടും സമ്മർദ്ദം ചെലുത്തും, ഒപ്പം തന്നെ സംസാരിക്കും എന്ന ഉറപ്പ് ഇന്നലത്തെ ചർച്ചയിൽ നൽകിയിരുന്നു. ഒപ്പം തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ പെട്ടെന്ന് നടപ്പിലാക്കേണ്ടതല്ല, കേന്ദ്ര സർക്കാരുമായി കൂടി ആലോചിച്ച് ഇൻസെൻറ്റീവ് വർധനയും ഒപ്പം തന്നെ ഓണറേറിയം സംസ്ഥാനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അത് ചർച്ച ചെയ്യാം എന്നുള്ള ഉറപ്പും നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പിലൊന്നും തൃപ്തരാകാതെയാണ് ഇന്നലെ വീണ്ടും സമരം തുടരാനുള്ള തീരുമാനം SUCI നേതൃത്വത്തിലുള്ള ആശാവർക്കർമാർ സ്വീകരിച്ചത്. ഇന്ന് 11 മണിയോടുകൂടി 3 പേർ നിരാഹാര സമരത്തിന് തുടക്കമിടും. എന്തായാലും ആ സമരം കൂടുതൽ മാധ്യമ ശ്രദ്ധയും ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലും ഒക്കെ ആ സമരത്തിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് അവരുടെ ശക്തി എന്ന് പറയുന്നതും. എന്തായാലും ഈ 450-ഓളം വരുന്ന ആശാവർക്കർമാർക്ക് ഉൾപ്പെടെയുള്ള 26,000-ഓളം വരുന്ന ആശാവർക്കർമാർക്ക് ഓണറേറിയവും ഒപ്പം തന്നെ ഇൻസെൻറ്റീവും വർദ്ധിപ്പിച്ച് നൽകണം എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുവികാരം. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൽ ഒരു അനുകൂല നിലപാടുണ്ടാകണം. ആ നിലപാടിനെതിരെ കൂടി ശബ്ദമുയർത്താൻ ഇവർ തയ്യാറാകണം എന്നുള്ള വിമർശനമാണ് നിലവിൽ ഉയരുകയും ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകുന്ന കാര്യം ചർച്ച ചെയ്യാമെന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്താൻ അവരോട് സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇവർക്ക് മാത്രം ഇക്കാര്യം ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മന്ത്രി ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തത്. മനു. ശരി വിജിനൊക്കെ, താങ്ക് യു. നമുക്ക് ഏതായാലും വരും സമയങ്ങളിൽ നോക്കാം എങ്ങനെയാണ് ഈ വിഷയം ഇനി മുന്നോട്ട് പോകുന്നത്. ഏതായാലും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു. ഏതായാലും ആ ചർച്ചയിൽ ശുഭകരമായ എന്തെങ്കിലും പ്രതീക്ഷകൾ നമുക്ക് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട് വെച്ച് അധികം പ്രതീക്ഷകളൊന്നും നമുക്കതിൽ വേണ്ട. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ സമ്മർദ്ദം നമ്മൾ സ്ഥിരമായി ചെലുത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.